നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലേ. നമസ്കാരം. നമസ്തേ. ശ്രീലേ, AKG സെന്ററിന്റെ ഒരു ദുര്യോഗം AKG സെന്റർ കണ്ടുകെട്ടുമെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ഈ AKG സെന്ററിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ? ഇപ്പോൾ ED AKG സെന്ററിനെതിരെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? യഥാർത്ഥത്തിൽ ഇപ്പോൾ ED ഏതെങ്കിലും അന്വേഷണ ഏജൻസി, ഒരു പ്രധാന അന്വേഷണ ഏജൻസിയാണല്ലോ, ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ ഉടനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയും. പക്ഷേ ഇവിടെ AKG സെന്റർ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, AKG സെന്ററിന്റെ സ്ഥലം തന്നെ നിയമവിരുദ്ധമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു നിൽക്കും എന്നുള്ള ഒരു കേരള സർവകലാശാലയുടെ കുറെ ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ടതിൽ നിന്നും കൂടുതൽ എടുത്തിട്ടാണ് അവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഇടിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് നിലവിലുണ്ട്. രണ്ടാമത് AKG സെന്റർ കണ്ടുകെട്ടാനുള്ള കാരണമായത് പിണറായി വിജയനും മകൾ വീണയുമാണ്. ഏതായാലും കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി, CPM മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് എത്തപ്പെട്ട ആളാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല CPM-ന് ഒരു റിവൈവലോ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു റിവൈവലോ തിരിച്ചുവരവോ ഇനി CPM-ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അവസാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ കണ്ട പോലെ അടിയും പിടിയും വഴക്കും ഗുണ്ടായിസവും റൗഡിത്തരവും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പിന്നെ കൗൺസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കാരണം ഒരു കോണിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് ഓരോന്നും നഷ്ടപ്പെടുന്നത്. പല പല പാർട്ടി ഓഫീസുകളായി പിടിച്ചു വെച്ചിരിക്കുന്ന ചില വെടിവെട്ടമൊക്കെ പറഞ്ഞിരുന്ന ചില ഓഫീസുകളൊക്കെ VV രാജേഷ് തകർക്കുന്നു. ഒരു കോണിൽ കൂടെ തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കുന്നു. ചില അനധികൃതമായ സ്ഥാപനങ്ങൾ തകർക്കുന്നു. മൊത്തത്തിൽ അവരുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതികളെല്ലാം കണ്ണൂര് തൊട്ട് ഇങ്ങോട്ട് ബാക്കി എല്ലാ കോർപ്പറേഷനിലും ഇതേപോലുള്ള നടപടി കോഴിക്കോട് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മേയർമാർക്കെല്ലാം രാജേഷ് ഒരു മാതൃകയാണ്. പക്ഷെ അവരാരും അത് ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്താണ്. അതാണ് CPM-ന്റെ നില പരിങ്ങലിലാകും കേരളത്തിൽ. കാരണം നമ്മൾ കണ്ടതാണ് പശ്ചിമ ബംഗാളിലൊക്കെ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഓഫീസുകളൊക്കെ മാറിയത്. സത്യത്തിൽ ഈ കോൺഗ്രസ് ഭയങ്കര മണ്ടത്തരമാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഈ രാജേഷ് ചെയ്യുന്ന പോലത്തെ നടപടികൾ കൊല്ലം കോർപ്പറേഷൻ ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ വലിയ രീതിയിൽ CPM ഒരുപാട് എന്താ പറയാ അഴിമതികളും ഇതുപോലെ കയ്യേറ്റവും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷമുണ്ട്, കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് അവിടെ ശക്തമായിട്ട് പോയാൽ സത്യത്തിൽ കോൺഗ്രസിന്റെ ഗ്രാഫ് ഉയരും. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ട് എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം BJP. അതെ, തീർച്ചയായിട്ടും BJPക്കാണ് ഗുണം ഉണ്ടാകുന്നത്. ഈ AKG സെന്ററിലേക്ക് വന്നാൽ AKG സെന്ററിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാർ പിണറായി വിജയനും മകൾ വീണ വിജയനുമാണ്. അതായത് ഇപ്പോ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അന്വേഷണം വീണ വിജയനെ സംബന്ധിച്ച് നടന്നിരുന്നു. അതിന് പിന്നാലെ ED അന്വേഷിക്കുന്നു. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യമാണ്. അത് വളരെ ഗൗരവകരമായ കാര്യമാണ്. മറ്റേത് ടാക്സ് അടയ്ക്കാത്ത പ്രശ്നമാണ്. അപ്പോ ഈ അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ടാക്സ് അടയ്ക്കാത്ത പ്രശ്നം സീരിയസ് ഫ്രോഡ്, അതായത് ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വരുന്നു. ആ ബോർഡ് അത് ഇൻകം ടാക്സിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. അതിൽ ഫൈൻ അടയ്ക്കാനേ പറ്റുള്ളൂ. ആ ഫൈൻ അടച്ചപ്പോൾ ആ ഫൈൻ അടയ്ക്കുന്നതിന് കാരണമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇൻകം ടാക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിലാണ് ഷോൺ ജോർജ് കയറി പിടിച്ചത്. അങ്ങനെ ഷോൺ ജോർജ് കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ അത് ഈ ഇൻകം ടാക്സിന്റെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടുന്ന ഒരു ബോഡിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. സംശയമുള്ളതുകൊണ്ട് അവരന്വേഷിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസ് അവർക്ക് ഇതിന്റെ ഒരു മജിസ്ട്രേറ്റിന്റെ കീഴിൽ ഇത് രജിസ്റ്റർ ചെയ്താണല്ലോ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത്. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള കോടതിയിലാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് ED ഇത് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്ന സംഭവം. ടാക്സ് അടച്ചതോടുകൂടി കള്ളപ്പണം വെളുത്തു. കാരണം കൊടുക്കാത്ത സേവനത്തിന് പണം വാങ്ങിക്കുകയും ആ പണത്തിന് ടാക്സ് അടയ്ക്കുകയും ചെയ്തതോടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നടപടികൾ ചെയ്തു എന്ന കൃത്യമായ തെളിവാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. പ്രതി തന്നെ സമ്മതിച്ചിരിക്കുന്നു, കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു CMRL എക്സാലോജിക് അന്വേഷണം ED അന്വേഷിക്കുമ്പോൾ ഇതൊരു പ്രത്യേക വഴിത്തിരിവിലെത്തുകയാണ്. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ആ ഡോക്യുമെന്റ്സ് ലഭ്യമായപ്പോഴാണ് EDക്ക് മനസ്സിലായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ കടലാസ് കമ്പനി ആയിരുന്നു എന്നും ആ കമ്പനി ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സിൽ ബാംഗ്ലൂരിലെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നും അതിന്റെ യഥാർത്ഥ അഡ്രസ്സ് AKG സെന്റർ ആണ് എന്നുമാണ് അതിന്റെ ഒറിജിനൽ അഡ്രസ്സിലേക്ക്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ എക്സാലോജിക്ക് ബാംഗ്ലൂരിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് തന്നെ പുറത്തു വന്ന വിവരമാണ്. എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരിലെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ടെമ്പററി അഡ്രസ്സും
അതിന്റെ പെർമനന്റ് അഡ്രസ് എന്ന് പറയുന്നത് കേരളത്തിലെ AKG സെന്ററുമാണ് അഡ്രസ്സാണ്. അപ്പൊ ഇനിയും CPM-ന് ഇത് വീണ വിജയൻ എന്ന പേര് മാറ്റണം, വീണ ടി. ഇപ്പോഴത്തെ അതായത് വിജയന്റെ മകൾ തൈക്കണ്ടി എന്ന അഡ്രസ്സ് വെച്ചാൽ, അല്ലെ ടി എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ മകളല്ലാതാകുമോ? കേരളത്തിലെ മാധ്യമങ്ങൾ അതാണ്, ബാക്കി എല്ലാവരെയും വേട്ടയാടുന്ന മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ വീണ ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വീണ ടിയുടെ അഡ്രസ്, വീണ ടി ഉണ്ടാക്കിയ കമ്പനിയുടെ, വീണ ടിയുടെ പേരിലുള്ള കമ്പനിയുടെ അഡ്രസ് AKG സെന്ററിലാകുമ്പോൾ അത് പിണറായി വിജയനിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു. എന്തുകൊണ്ടാണ് AKG സെന്ററിലായത്? എനിക്കൊരു സംശയമുണ്ട്. ഈ വീണയ്ക്ക് CPM-ന്റെ ഔദ്യോഗികമായ യാതൊരു ഭാരവാഹിത്വം, ഒരു നാലണയുടെ മെമ്പർഷിപ്പ് പോലും നമുക്കിപ്പോ പറ്റുമോ? BJP-യുടെ അഡ്രസ്സിൽ ഏതെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ പറ്റും? കോൺഗ്രസിന്റെ അഡ്രസ്സിൽ പറ്റില്ല, CPM-ന്റെ അഡ്രസ്സിലും നമുക്ക് പറ്റില്ല, AKG സെന്ററിന്റെ അഡ്രസ്സിലും പറ്റില്ല, മാരാർജി ഭവന്റെ അഡ്രസ്സിലോ അല്ലെ പിന്നെ AKG സെന്ററിന്റെ അഡ്രസ്സിലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് പിണറായി വിജയന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ്, പിണറായി വിജയന്റെ ഇടനിലക്കായി രൂപീകരിക്കപ്പെട്ട കമ്പനിയാണെന്നും അത് മകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്നും അതിന്റെ അഡ്രസ് അതുകൊണ്ട് തന്നെ എവിടെ വീടുണ്ടായിരുന്നല്ലോ, തൈക്കണ്ടിയിൽ വീടുണ്ടായിരുന്നല്ലോ, കണ്ണൂരിലൊരു വീടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ആ അഡ്രസ്സിൽ ചെയ്യാതിരുന്നത്? അപ്പൊ ഇത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടുള്ള, പാർട്ടിക്ക് വേണ്ടി കൂടി ഇതിന്റെ പകുതി ഫണ്ട് പാർട്ടിക്ക് കൊടുക്കുമായിരിക്കും. മൊത്തം ഫണ്ട് പിണറായി വിജയൻ എടുത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇവരെങ്ങും ഭരണമില്ലാത്തത് കൊണ്ട് പാർട്ടിയെ നയിക്കേണ്ട ചുമതലയും പാർട്ടിക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. മറ്റെവിടെയും ഇല്ല. കറണ്ട് ചാർജ് വരെ അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതികൾ കാണിച്ചെങ്കിൽ മാത്രമേ പിണറായി വിജയന് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ പിണറായി വിജയന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും വീണ വിജയന് വേണ്ടി രംഗത്തൊക്കെ ഇറങ്ങിയെങ്കിലും ED കേസൊക്കെ വന്നതോടെ ഇപ്പോ വീണ വിജയനെ തള്ളി. അത് ശരിയാണ്. LDF കൺവീനർ അടക്കമുള്ളവർ പറയുന്നത് കേട്ടു. വീണയും ഈ വീണയ്ക്കെതിരായ അതുകൊണ്ടാണ് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ ഇപ്പോ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കിട്ടുന്നത്, വീണ ടിക്ക് കിട്ടുന്നത്, വീണ തൈക്കണ്ടിക്ക് കിട്ടുന്നത്, വീണ വിജയന് കിട്ടുന്നത്. വീണ്ടും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ ടി എന്നത് മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലെന്ന് എഴുതിയാണ് ഞാൻ വീണ വിജയനെന്നും വീണ തൈക്കണ്ടി. കേരളത്തിലെ ആൾക്കാർക്ക് ആർക്കും തെറ്റിദ്ധാരണയൊന്നുമില്ല, ആളാരാണെന്ന് മനസ്സിലാക്കി. ഇനി ടി ആക്കിയാലും വിജയനാക്കിയാലും എന്താക്കിയാലും ഒന്ന് തന്നെ, അത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ ബാംഗ്ലൂർ സ്ഥാപനത്തിന്റെ സ്ഥിരം അഡ്രസ്സ് AKG സെന്റർ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വീണയെ വിളിച്ചു വരുത്തി റെയ്ഡ് നടത്തി 2 തവണ കൊച്ചി, ആ സമയത്തും അതുപോലെ 2 തവണ കൊച്ചി സോണൽ ഓഫീസിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസ് ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴിയല്ല ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ 2 പ്രാവശ്യം 3 പ്രാവശ്യം അവിടെ ഒരു കാര്യം ഞാൻ കേട്ടത്, എനിക്ക് അതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ കൂടി വേണം. ഈ വീണ SFIOയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകുമ്പോൾ കൂടെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അപ്പൊ അഭിഭാഷകന്റെ സാന്നിധ്യത്തിലാണ് മറുപടി പറയുന്നത്. അപ്പൊ ഈ അഭിഭാഷകൻ ഇന്റർഫിയർ ചെയ്യാനുള്ള, ഇടപെടാനുള്ള, അതായത് ടാക്സുമായി ബന്ധപ്പെട്ട സംഭവമാണല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തെ അഭിഭാഷകനെ കൂടി നമുക്ക് കൊണ്ടുപോകാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അഭിഭാഷകനോട് കൂടി വീണയോടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ചിലപ്പോ എന്നോടിപ്പോ എന്നെ ആരെങ്കിലും വിളിച്ചു വരുത്തിയാൽ എനിക്കിപ്പോ കമ്പനിയുടെ ലീഗൽ കാര്യങ്ങൾ പറയാൻ അവർ പക്ഷെ അറിയുന്നുണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ പക്ഷേ ED ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കില്ല. കാരണം അതെന്താ വെച്ചാൽ PMLA കേസ് വേറെയാണ്, അതല്ല ടാക്സുമായി ബന്ധപ്പെട്ട കേസല്ല, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അന്നേരം സ്വന്തമായി പോയി സ്വന്തമായി മൊഴി പറഞ്ഞേ കഴിയുള്ളൂ. ഈ 2 സമയത്തും പറഞ്ഞിട്ടുള്ള മൊഴികൾ വ്യത്യസ്തമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പെട്ടെന്നൊരു സഹായം കിട്ടിയിട്ടില്ല, പെട്ടെന്ന്. കാരണം എല്ലാ സ്ഥലത്തും ED ലോക്ക് ചെയ്തത് കൊണ്ട് ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് അതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ 2 തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും 2 മൊഴിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. വീണയ്ക്ക് പല കാര്യങ്ങളും അറിയില്ല എന്നാണ് വീണ പറഞ്ഞതെങ്കിൽ അതിന് പിന്നിൽ പുറകെ ഒരാളുണ്ട്, അതിശക്തനായ വ്യക്തി ഉണ്ടെന്ന് ED കണക്കൂട്ടുന്നു. ഇത് ആരാണ്, വീണയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നതിലേക്ക് സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ സംശയം ഉണ്ടാവും. കാരണം വീണയുടെ കമ്പനിയിൽ നടന്ന ഒരു ക്രയവിക്രയം, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഡയറക്ടറായ ആളിനെ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ അത് അറിയാവുന്ന ആരോ ഒരാൾ ഇതിന്റെ പുറകിലിരുന്ന് ഇതിൽ ചരട് വലിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തതെന്നാണെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, കമ്പനി രജിസ്റ്റർ ചെയ്തതെന്നാണെന്നോ, കമ്പനിയുടെ പാർട്ട്ണർമാർ ആരാണെന്നോ, ആ കമ്പനിയുടെ സാമ്പത്തിക ഇടപാട് ഏത് ബാങ്കിലാണെന്നോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും.
ആരാണ് പണം തരുന്നതെന്നോ ഏത് ഏജൻസി എവിടെ നിന്നാണ് നമുക്ക് പണം വരുന്നത്. നമുക്ക് വരുന്ന പണം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് വരുന്ന ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന പണം മാത്രമാണ്, വേറെ പണങ്ങളൊന്നും വരുന്നില്ല, വേറെ പൈസയൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ഈട് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയാം. കമ്പനിയുടെ ലീഗൽ ഒരുപക്ഷെ ടാക്സ് എത്ര അടച്ചു എടുത്ത് കൊടുക്കണ്ടേ, ഇപ്പൊ ടാക്സ് എത്ര അടച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാൻ അറിയില്ല. കണക്ക് സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് കട്ട് ചെയ്ത് പോകും. അപ്പൊ അതും പിന്നെയും അറിയാം. എങ്കിലും നമുക്ക് ചിലപ്പോൾ എന്താണ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ടാക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ വരുമാനം വന്നിട്ടുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം എത്ര ടാക്സ് അടച്ചു, ഈ പ്രാവശ്യത്തെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക്. പക്ഷെ കമ്പനിയിലേക്ക് ബേസിക്കായി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. അപ്പൊ ഇവിടെ വീണ അത്തരം കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ആരാണ്, ഇവിടെ നിന്ന് പണം വന്നു, ആ പണം എന്തിനാണ് വന്നതെന്ന് വീണയ്ക്ക് അറിയില്ലെങ്കിൽ, എന്ത് സേവനമാണ് നൽകിയതെന്ന് വീണയ്ക്ക് അറിയില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തനായ ഒരാളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി. അറിയില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വമാണോ? ഇനി അതായിരിക്കും അറിയില്ലാത്തത്, ചില കാര്യങ്ങൾ അറിയില്ല. ഇപ്പൊ ഞാൻ പറയാമല്ലോ, ഒരുപാട് പണം വന്നിട്ടുണ്ടാവും. ആ പണം എല്ലാം വന്നു. ഇപ്പൊ എക്സാലോജിക്ക് കൊടുത്ത പണം ഇപ്പൊ എക്സാലോജിക്ക് പണം വന്നു, അത് എന്തു പറയണം എന്നുള്ളത് പിന്നീടാണ്. അതാണല്ലോ എക്സാലോജിക്ക് നിന്ന് വന്ന പണത്തിന് പിന്നെ വേർഡും മൈക്രോസോഫ്റ്റും ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതിലേക്ക് പോകണം, മെയിൻ്റെനൻസ് കോൺട്രാക്ട് കൊടുത്തതിൽ അത് എന്തിനൊക്കെയാണ് എന്നുള്ളതാണ്. അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, അതിപ്പോൾ ശ്രീല പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാളിനെ എല്ലാം ഓർത്ത് വെക്കണമെന്നില്ല, ചിലപ്പോൾ രേഖകൾ പരിശോധിക്കേണ്ടി വരും. പക്ഷെ ഈ രേഖകൾ പരിശോധിക്കണം എന്ന് പറയുമ്പോഴേ ED ആവശ്യമായ എല്ലാ രേഖകളും ആ രേഖകളെല്ലാമായി വരണമെന്നാണ് പറഞ്ഞത്. ചോദ്യാവലി നേരത്തെ പോയത്. ചോദ്യാവലി നേരത്തെ കൊടുത്തിരുന്നു. ആ ചോദ്യാവലി ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കേട്ടത് വീണ രഹസ്യങ്ങളെല്ലാം ഒരു ക്ലൗഡ് ഉണ്ടാക്കി അതിൽ ഒളിപ്പിച്ചിരിക്കും, ഇന്റർനെറ്റിൽ ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത്. അതെ, ഐഫോണിന് ക്ലൗഡ് ഉണ്ട്. ഐക്ലൗഡിൽ കിടക്കുന്ന സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഈടിക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ എന്താ ചെയ്തതെന്ന് മാത്രം മതി. ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത് ഫോൺ മാത്രം കിട്ടിയാൽ അമേരിക്കയിൽ ആവശ്യപ്പെട്ടാൽ അവർ മുഴുവൻ സാധനങ്ങളും കൊടുക്കും. കാരണം ഒരു സാധനം ഇത് മറയ്ക്കാൻ പറ്റില്ല ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക്. അല്ല, നമ്മൾ സാധാരണ നമ്മുടെ മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ നമ്മൾ മാച്ച് കളഞ്ഞാൽ പോലും അത് തിരിച്ചെടുക്കാൻ പറ്റും. കാരണം അതിനുള്ള സോഫ്റ്റ്വെയർ ഒന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇത്രയും വളർന്നിരിക്കുന്ന കാലമല്ലേ. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഈ ഇപ്പൊ പറഞ്ഞത് നമുക്ക് യോജിക്കാം, അത് ശരിയാണ്. വീണയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ചിലപ്പോൾ നോക്കേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഈ AKG സെന്ററിന്റെ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ് ആയിട്ട് കൊടുത്തത്? അത് തീർച്ചയായിട്ടും കമ്പനി ഉണ്ടാക്കിയത് AKG സെന്ററിന്റെ ആവശ്യങ്ങൾക്ക് കൂടിയാണ്. വീണയുടെ സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് പാർട്ടി അറിഞ്ഞുകൊണ്ടും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടും തന്നെയാണ്. മാസപ്പടി വളരെ കൃത്യമായിട്ട് പാർട്ടി അറിഞ്ഞുകൊണ്ട് തീർച്ചയായുമാണ്, 100%. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വീണ ഒരു കമ്പനി രൂപീകരിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണ്. ഒരു സാധാരണ സ്വകാര്യ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പെട്ടെന്ന് വന്നൊരു കമ്പനി രൂപീകരിക്കും. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അഡ്രസ്സ് വെക്കുന്നു. അപ്പൊ ഈ കമ്പനി തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കാനും കടലാസ് കമ്പനി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ എന്താണ്? ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വർണ്ണ പിന്നെ നയതന്ത്ര ബാങ്കിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടാവുമ്പോൾ ഇവിടെ നിന്ന് സ്വപ്നയെ കടത്തി എങ്ങോട്ടാ? ബാംഗ്ലൂരിലേക്ക്. ഈ എക്സാലോജിക്കിന് വളരെ അടുത്ത സ്ഥലത്ത് ഒരു ഹോട്ടലിലാണ് താമസിപ്പിച്ചത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ചിലപ്പോ ഒരുപക്ഷെ അന്ന് ഇതൊന്നും യാദൃശ്യമല്ല, ഇതൊക്കെ കൃത്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലത്തിൽ ഈ അന്വേഷണം പിണറായി വിജയനേക്കും CPM-ലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കേവലം വീണയുടെ അച്ഛനിലേക്ക് മാത്രമല്ല, CPM-ലേക്ക് അച്ഛൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയനും CPM-ഉം ഒക്കെ എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയല്ലേ ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പിന്നെന്താ ഈ ഞാൻ ചോദിക്കുന്നത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു കോടിയേരിയുടെ മകൻ ഉണ്ടായത്. അപ്പോ കോടിയേരിയുടെ മകൻ അത് ഈ മറ്റുള്ള CPM-ന്റെ കോടിയേരിയുടെ മകൻ ഒരിക്കലും AKG സെന്ററിന്റെ അഡ്രസ് വെച്ചില്ല. അയാളുടെ സ്വന്തം നിലയ്ക്കാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അറസ്റ്റിലാവുമ്പോഴും ഈ കേസ് വന്നപ്പോഴും കോടിയേരി പാർട്ടിയുമായി അയാൾക്ക് അയാളുടെ കാര്യം നോക്കാൻ അറിയാം, പാർട്ടി അതിനകത്ത് ഇടപെടില്ല. അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇടപെടുന്നില്ല. അയാൾ എന്താന്ന് വെച്ചാൽ കേസ് നടത്തിക്കൊണ്ട് അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം. അങ്ങനെ പറഞ്ഞു വളരെ നല്ല ഒരു നിലപാടായിരുന്നു. അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു. അവധി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണെങ്കിൽ കൂടി ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, മകനെതിരെ ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അത് പാർട്ടിയെ ബാധിക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അതൊരു മാതൃകാപരമായ തീരുമാനവും പ്രവർത്തനവും സംശയമില്ല. അപ്പോൾ അതിന് ഒരു കാലത്തും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടിയുടെ സംരക്ഷണം കിട്ടിയിട്ടേ ഇല്ല. കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കേസിൽ CPM ഇത്രയധികം അന്വേഷണം നടത്തണമെങ്കിൽ, ഇത്രയധികം പ്രതിരോധം തീർക്കണമെങ്കിൽ, ED ഉദ്യോഗസ്ഥരെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ മാറണമെങ്കിൽ
അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ പിണറായി വിജയന്റെ കൂട്ടരുമുണ്ട് എന്നുള്ള CPM. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വീണയ്ക്കും പിണറായി വിജയനും മാത്രമല്ല മടിയിൽ കനം, പാർട്ടിയുടെയും മടിയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ അന്വേഷണം അവസാനിച്ചിട്ടില്ല, ഇപ്പൊ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവിടെയാണ് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇഡിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ പ്രതികള് ഏതെങ്കിലും തരത്തിലുള്ള ചില ഗിമ്മിക്കുകളോ മാൽ പ്രാക്ടീസോ അന്വേഷണം അട്ടിമറിക്കാൻ എന്തെങ്കിലും ചെയ്താൽ ഇഡിയുടെ അധികാര പരിധി വളരെ വലുതാണ്. ഈ പ്രതികളുടെ സ്വത്തുക്കൾ ഇഡിക്ക് കണ്ടെത്താം. അതായത് പറഞ്ഞു, അതുകൊണ്ടാണ് ഇഡി ഇപ്പോ അങ്ങനൊരു വീണയുടെ ഓഫീസ് എക്സാലോജിക്കിന്റെ ഓഫീസിന്റെ മറ്റൊരു ബാംഗ്ലൂരിലൊരു വാടക കെട്ടിടമായിരുന്നു. വീണ ക്ലെയിം ചെയ്തതാണ്, മറ്റാരും പറഞ്ഞതല്ല, ഇഡി കണ്ടെത്തിയതല്ല. വീണ പറഞ്ഞു, വീണയുടെ കമ്പനിയുടെ അഡ്രസ്സാണ് അത് കണ്ടുകെട്ടാവുന്നതാണ്. ഒരു സംശയവും നിയമപരമായി അത് ഒരു കാരണവശാലും നിയമപരമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടിയാൽ നിയമപരമായി അത് നിലനിൽക്കുന്നതാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ഇവിടെ ഇപ്പോഴും CMRL ഡയറക്ടർമാരുടെ പെട്ടെന്നൊരു ചോദ്യം എന്താണ്, സഖാക്കൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. സഖാക്കൾ അല്ലെങ്കിലും ഇനി എന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പശ്ചിമ ബംഗാളിലെ ഞാൻ പലപ്പോഴും AKG സെന്ററിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പരിശീലനങ്ങളും പ്രഭാഷണങ്ങളും സെമിനാറുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെ വെച്ച് നടത്തും എന്നുള്ളതാണ്. വേറെ ഏതൊരു EMS അക്കാദമിയോ അതുകൊണ്ട് വേറെ പലതും അത്രയും ദൂരം പോണ്ടേ, അതാണ് അതൊരു പാടാണ്. ഏതായാലും CMRLന്റെ ഡയറക്ടർമാരുടെ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുകയാണ്. ഇന്നലെയും ശരണിനെ ചോദ്യം ചെയ്തിരുന്നു, ഇന്നും ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടെന്നാണ് മകനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ പരമാവധി മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ച ശേഷം വീണയിലേക്ക് എത്തുക, കൃത്യമായി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് വീണയിലേക്ക് പഴുതടച്ച് എന്ന് വെച്ചാൽ ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ മുകളിലേക്കോ താഴേക്കോ ഒന്നും നീങ്ങാൻ കഴിയാത്ത വണ്ണം പഴുതടച്ച അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ ഉടൻ തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വീണയ്ക്കായി കമ്പനി ഉണ്ടാക്കിയത് മറ്റാരെങ്കിലും ആണോ, വീണ എന്തിന് ഈ കമ്പനി ഉണ്ടാക്കി, എന്തായാലും AK സെന്ററിന്റെ അഡ്രസ് വെച്ചു, ഈ കമ്പനികളെ സംബന്ധിച്ച് എല്ലാം ഇനിയും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇടി പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, നമുക്ക് അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തതായിട്ടും മറ്റുമൊക്കെ വിവരങ്ങൾ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പക്ഷെ ചർച്ചയിൽ നിന്ന് പരമാവധി അതിനെ ഒഴിവാക്കി നിർത്താൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ തീർച്ചയായും കേരളത്തിലെ AKG സെന്റർ മാത്രമല്ല, വീണ വിജയന്റെ പേരിൽ പോലും വീണ വിജയൻ എന്ന് പറയാതിരിക്കാൻ വീണ തായ്ക്കണ്ടി എന്നത് ചുരുക്കി ഇപ്പൊ ടി എന്നാക്കി. ചിലപ്പോൾ വീണ ടി എന്നായിരിക്കും ഒഫീഷ്യൽ നെയിം, ഫേസ്ബുക്കിൽ ഉപയോഗിച്ചായിരിക്കും തായ്ക്കണ്ടി എന്നുള്ളത്. എനിക്കറിയില്ല എന്താണ് അതിന്റെ സംഭവം എന്ന്. ഏതായാലും വീണ വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് ഇഡി ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ മുതൽ റിപ്പോർട്ടർ ചാനലാണ് അത് തുടങ്ങി വെച്ചത്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിലെ മുതലാളിമാരോട് പറഞ്ഞു കാണും, അവരും മരം വെട്ടുകാരും ഇവരെല്ലാം സമാന കേസുകളിൽ പ്രതിയായവരല്ലേ, എല്ലാവരും മരം വെട്ടിലാണല്ലോ, അതും ഇതുമെല്ലാം ഉടായ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു കാണും, അവരാണത് തുടങ്ങി വെച്ചത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു റിപ്പോർട്ടർ വീണ ടി എന്നൊരു 10 പ്രാവശ്യം എടുത്ത് വന്ന വീണ വിജയൻ എന്ന് പറയുന്നതിലും ബുദ്ധിമുട്ടാണ് വീണ ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി. അപ്പോൾ അങ്ങനെ ഒരു 10 പ്രാവശ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലുവൻസി പോകുന്ന കാര്യമാണ്. വീണ വിജയൻ എന്ന് പറയുന്നതല്ല വീണ ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാക്കുവഴി. അപ്പൊ എന്നിട്ട് പോലും വീണ ടി എന്ന് ആ റിപ്പോർട്ടർ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ ഇതെന്താണെന്ന് ശ്രദ്ധിച്ചത്. ആ വാചകത്തിന്റെ സ്ട്രെയിൻ കൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഏതായാലും ഇതിൽ വളരെ കൃത്യമായി തന്നെ AKG സെന്ററിന്റെ അഡ്രസ്സ് വെച്ചത് കൊണ്ട് തന്നെ CPMന്റെ അറിവോടുകൂടിയാണ്, അതുകൊണ്ടാണ് പിണറായി വിജയൻ കുലുങ്ങാത്തത്. പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ്, CPMന്റെ അറിവോടുകൂടിയാണ് വീണ വിജയന് വേണ്ടി കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AKG സെന്റർ കണ്ടുകെട്ടിയാൽ അതിൽ അത്ഭുതം പറയാനില്ല. താമസിയാതെ അത്തരം നടപടികളിലേക്ക് ഇടി കടക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ശരി, സത്യം പുറത്തു വരിക. AKG സെന്ററിന്റെ അഡ്രസ്സാണ്, മേൽവിലാസമാണ് വീണ ടി ഉപയോഗിച്ചത് എന്ന് വീണ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ മാപ്രകൾ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.